Dear students, we have already done a problem on average velocity. Now we can do a problem on instantaneous velocity. First question, let y equal to x square plus 3x represents the distance a bus has traveled in meters after x seconds. Find the instantaneous velocity at the time x naught equal to 4 seconds. Instantaneous velocity എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞു average velocity as delta x tends to 0 അല്ലേ? അതാണ് പിന്നെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇനി വാട്ട് ഇസ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾക്ക് എഴുതാം കേട്ടോ, നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എഴുതുകയാണ് വൈ ഈക്വൽ ടു ആൻസർ y ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 3x. എപ്പോഴും y എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ആണ് അല്ലേ? എഫ് ഓഫ് എക്സ് ആണ് y എന്ന് പറയുന്നത്. അത് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x അത് എഴുതാം. ഇനി നമ്മൾ എന്താണ്, നമ്മൾ ഡെൽറ്റ എക്സ് ആണ് വളരെ നമ്മുടെ ടൈം ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അല്ലേ? ടൈമിനെയാണ് അത്രയും സെക്കൻഡ്സ് ഇൻ എക്സ് സെക്കൻഡ്സ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത് ടൈമാണ്, വൈ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? ആവറേജ് വെലോസിറ്റി ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ആൻഡ് വാട്ട് ഇസ് ഡെൽറ്റ വൈ? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് അല്ലേ? പിന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് അല്ലെങ്കിൽ എക്സ് നോട്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞത് എക്സ് നോട്ട് എന്നാണ് ആക്കിയത്. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഞാൻ എഫ് ഓഫ് എക്സ് നോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എക്സിന് വരെ ഇവിടെ എന്താണ് എക്സ് നോട്ട് ആയതുകൊണ്ട് നമുക്ക് എക്സ് നോട്ട് എന്ന് എഴുതാം. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ് ആവറേജ് വെലോസിറ്റി. ഇനി ഇത്രയും അറിയാമല്ലോ നമുക്ക്. ഇനി നമുക്ക് ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അല്ലേ? ഇവിടെ ഒന്നുകൂടെ എഴുതാം കേട്ടോ. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് എന്താണ്? എക്സ് നോട്ട് എന്താ തന്നിരിക്കുന്നത്? ടൈം. ഫൈൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് എ ടൈം എക്സ് നോട്ട് ഈക്വൽ ടു 4 സെക്കൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് നോട്ട് 4 ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സ്, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. മനസ്സിലായോ? കാരണം എക്സ് നോട്ട് 4 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ് നോട്ടിന് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്കറിയാം വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് എന്താ തന്നിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് തന്നിട്ടുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ്. അപ്പോൾ എഫ് ഓഫ് 4 എന്താണ്? എഫ് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 4 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 വരും. എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സ് എന്താ വരിക?
ഈക്വൽ ടു എക്സിന് പകരം 4 പ്ലസ് ഡെൽറ്റ എക്സ് ഇടാം. 4 പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് അല്ലേ 3 ഇൻറ്റു എക്സിന് പകരം എന്തിടണം 4 പ്ലസ് ഡെൽറ്റ എക്സ് ഓക്കെ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 4. എഫ് ഓഫ് 4 എന്താണ്? എഫ് ഓഫ് 4 4 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 വരും അല്ലേ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാവുന്ന എല്ലാ ഡെൽറ്റ എക്സുകളും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ചെയ്യാം കേട്ടോ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ 4 സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 4 8 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് 12 പ്ലസ് 3 ഡെൽറ്റ എക്സ് മൈനസ് എന്താണ് 4 സ്ക്വയർ എന്താണ് 16 ആണ് മൈനസ് 12 എന്ന് വരും അല്ലേ, ഡിവൈഡഡ് ബൈ എന്താണ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ 16ഉം ഈ 16ഉം ക്യാൻസൽ ആവും. ബാക്കി ഈ 12ഉം ക്യാൻസൽ ആവും. നെഗറ്റീവ് 12ഉം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എന്ത് വരും? ഈക്വൽ ടു എ ബൈ സി പ്ലസ് ബി ബൈ സി ആണ് അല്ലേ. അല്ലാതെ തിരിച്ചിങ്ങനെ എ ബൈ ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ബൈ ബി പ്ലസ് എ ബൈ സി അല്ല, പക്ഷെ എ പ്ലസ് ബി ബൈ സി എന്ന് പറയുന്നത് എ ബൈ സി പ്ലസ് ബി ബൈ സി ആണ്. അപ്പം നമ്മൾ എന്ത് എഴുതണം ഇവിടെ? 8 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 8 വരും പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഇതാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ആവറേജ് വെലോസിറ്റി ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകുമ്പോഴാണ് നമുക്ക് എന്താവുന്നത്? നമ്മൾക്ക് പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി equal to average velocity as delta x tends to 0. അതായത് വളരെ ചെറിയ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന ആവറേജ് വെലോസിറ്റി ആണ്. വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ എന്താ അവിടെ വരിക? ഈക്വൽ ടു ഇതിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ചെയ്യുമ്പോൾ എന്താ വരിക? നമുക്ക് 8 എന്ന് വരും അല്ലേ. 8 കറക്റ്റ് തന്നെയല്ലേ? 16 പ്ലസ് 8 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 12 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇവിടെ ഒരു 3 ഡെൽറ്റ എക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ 8 പ്ലസ് 8 ഡെൽറ്റ എക്സ് പ്ലസ് 3 ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പോൾ 11 ഡെൽറ്റ എക്സ് ആണ് വരിക. ഓക്കെ, ഇവിടെ ഒരു 11 ഡെൽറ്റ എക്സ് ആണ്, തെറ്റി എനിക്കിവിടെ എഴുതിയപ്പോൾ. 11 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ എന്താ വരിക? അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ 11 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്താ വരിക? 11 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. അപ്പോൾ ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 നമുക്ക് എന്താ വരിക? ഇത് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആവറേജ് വെലോസിറ്റി എന്താ വരിക? അല്ല, ആവറേജ് വെലോസിറ്റി ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്താ വരിക? 11 എന്ന് വരും. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്തായിരിക്കും? 11 ആയിരിക്കും. എപ്പോഴും വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എന്താണ് വരിക എന്ന് പറഞ്ഞു? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഇവിടെ എന്തിലാണ് തന്നിരിക്കുന്നത്? മീറ്ററിൽ. ബൈ ടൈം എന്ന് പറയുമ്പോൾ ബൈ ടൈം എന്തിലാണ് തന്നിരിക്കുന്നത്? സെക്കൻഡ്സിൽ. അപ്പം മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? 11 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇതാണ് അടുത്ത പ്രോബ്ലം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ലെറ്റ്
y equal to x square plus 10x represents the distance a bus has traveled in meters after x seconds. Question എന്താണെന്ന് വെച്ചാൽ find the time the instantaneous velocity becomes 10 meter per second. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ, ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് y തന്നിട്ടുണ്ടല്ലേ, ഡിസ്റ്റൻസ് ബസ് ഹാസ് ട്രാവൽഡ് എക്സ് സെക്കൻഡ്സിൽ എത്ര ബസ് ട്രാവൽ ചെയ്തു, അതാണ് എക്സ് സ്ക്വയർ പ്ലസ് 10x എന്ന് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ടൈം ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ബിക്കംസ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആവുമ്പോൾ പിന്നെ ഏത് ടൈമിലാണ് 10 മീറ്റർ പെർ സെക്കൻഡ് ആവുക, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്താണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ എഴുതുക, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുതി ശീലം എക്സ് നോട്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അതെന്താണ് ഇവിടെ, പിന്നെ എക്സ് നോട്ട് എന്ന് പറയുന്നതൊക്കെ ടൈമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്താ വരിക, നമുക്ക് എഫ് ഓഫ് എക്സ് ആണ് ഇത്, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് 10x. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് നോട്ട് എന്ത് വരും, മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 10x നോട്ട് എന്ന് വരും അല്ലേ, പ്ലസ് 10x നോട്ട് എന്ന് വരും ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. അപ്പോൾ എന്താ വരിക, നമുക്ക് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2x നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 10x നോട്ട് പ്ലസ് 10 ഡെൽറ്റ എക്സ് മൈനസ് x naught square minus 10x naught divided by the whole divided by delta x എന്ന് വരും. ഇനി അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഇതെല്ലാം ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. എക്സ് നോട്ട് സ്ക്വയർ ഇവിടെ ഉണ്ട്, മൈനസ് പിന്നെ 2x നോട്ട് ഡെൽറ്റ എക്സ് ഉണ്ട്, പിന്നെന്താണുള്ളത് 10x നോട്ട് പ്ലസ് 10 ഡെൽറ്റ എക്സ് ഉണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ക്യാൻസൽ ആവുമോ, 10x നോട്ട് മൈനസ് 10x നോട്ട് ഉണ്ട് അല്ലേ, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്താ വരിക, 2x നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് 10 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ എഴുതാം. That is equal to 2x naught plus 10 into delta x plus delta x square divided by delta x എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ a plus b by c, a by c plus b by c, അപ്പോൾ എന്താ വരിക 2x naught plus 10 എന്ന് വരും പ്ലസ് ഡെൽറ്റ എക്സ് നോട്ട് എന്ന് വരും അല്ലേ, ഡെൽറ്റ എക്സ് എന്ന് വരും, ഡെൽറ്റ എക്സ് നോട്ട് അല്ല ഡെൽറ്റ എക്സ് എന്ന് വരും.
ഇനി എന്താണ് പിന്നെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താവും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണ്? ആവറേജ് വെലോസിറ്റി ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അറ്റ് വെരി സ്മോൾ ടൈം ഇൻ്റർവെൽ. അപ്പോൾ എന്ത് വരും? 2x0 + 10 എന്ന് വരും. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? അറ്റ് വാട്ട് ടൈം ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 2x0 + 10 എന്ന് പറയുന്നത് 10 ആവുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2x0 = 10 - 10 ദാറ്റ് ഈസ് എന്ത് വരും? 0 എന്ന് വരും. 2x0 0 ആകുമ്പോൾ x0 എന്താണ്? 0. മനസ്സിലായി? അപ്പോൾ ഏത് ടൈമിലാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നത് x0 = 0 ആകുമ്പോഴാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി x0 = 0 ആകുമ്പോഴാണ്. ആ ടൈമിലാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നത്. ഇനി x0 = 0 അറ്റ് ടൈം t = 0 എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ടൈം t = 0 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദാറ്റ് ഈസ് അറ്റ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ? ടൈം 0 ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ടൈം 0. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്തോറും ടൈം കൂടി വരും. മനസ്സിലായോ? അപ്പോൾ അറ്റ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നത്. മതി, ഇത് ഇത്രയും മതി കേട്ടോ.